ശരിയാവൂടാ. ശരിയാവാതെ എടാ, ചൈനീസ് കളിപ്പാട്ടങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് ഏറ്റവും ലാഭം, അറിയാവോ? എടാ, ഒരു 10 പോട്ടെ, ഒരു 5 ലക്ഷം രൂപ മതി, അറിയാവോ? നമുക്ക് ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യാം. എടാ, 5 രൂപയ്ക്ക് നമുക്ക് ചൈനയിൽ ഈ കളിപ്പാട്ടം മേടിച്ചാൽ ഇവിടെ നമുക്ക് 100 രൂപയ്ക്ക് വിൽക്കാം. എടാ, അപ്പൊ 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ മേടിച്ചാൽ എത്ര രൂപ നമുക്ക് കയ്യിൽ വരും? നീ ഒന്ന് ആലോചിച്ച്. സംഗതി ശരിയാണ്, പക്ഷേ ഈ 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതിനുള്ള ഫണ്ട് നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഐഡിയ നിന്നോട് പറയും. അപ്പൊ പിന്നെ എവിടുന്ന ഫണ്ട്? എന്റെ കയ്യിലും കാശില്ല. നിന്റെ കയ്യിലേ കാശുള്ളൂ, വേറെ ആരുടെ കാശുള്ളൂ? എന്റെ കയ്യിൽ എവിടെയാടാ കാശ്? ഇവിടെ തന്തപ്പൊടിയോട് ചോദിച്ചാൽ പുള്ളി എന്നെ കൊല്ലുവരും. നിനക്ക് പെട്ടെന്ന് കാശാരനാണ്. അപ്പൊ ഇതേ വഴിയുള്ളൂ. നീ വാ, എന്നിട്ട് നീ ചോദിക്കും. എടാ, എന്നാലും എടാ, കളിപ്പാട്ടം വിറ്റ് കാശ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെ പ്രിൻസിപ്പൽ അമൗണ്ട് പുള്ളിക്ക് തിരിച്ചു കൊടുത്താൽ പോരെ? എന്നാലും കൂട്ടുകാരാ, നീ വാ. പച്ചക്കറി 3500, പാല് 2450. എടാ സുരേഷേ, എന്താ ബില്ലായി പാലിന്റെ? അല്ലേ തന്നെ നിന്റെ പാലിനകത്ത് വെള്ളമാണെന്ന് നാട്ടുകാർക്ക് പൊതുവെ ഒരു ചർച്ചയുണ്ട്. ഞാൻ വിളിക്കാം. അല്ല അതെ അച്ഛ. എന്താ കാര്യം? അച്ഛ, കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു 5 ലക്ഷം രൂപ അത്യാവശ്യമായിരുന്നു. എന്താ ഇപ്പൊ 5 ലക്ഷം രൂപയുടെ അത്യാവശ്യം? അച്ഛാ, അത് ഇവന്റെ ഒരു പരിചയക്കാരനുണ്ട്, ഒരു ചൈനക്കാരൻ, ചിയാങ് ചോ. അവന് ഈ കളിപ്പാട്ടത്തിന്റെ ബിസിനസ് ഒക്കെയാണ്. അപ്പൊ അവിടുന്ന് കളിപ്പാട്ടം ഇറക്കുമതി ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ടാ. ഒരു 5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നാ പറഞ്ഞത്. ഒരു 50-60 ലക്ഷം രൂപയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റും. അപ്പൊ ആ 5 ലക്ഷം രൂപ ഒന്ന് പെട്ടെന്ന് കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ ബിസിനസ് അങ്ങ് തുടങ്ങായിരുന്നു. ചിയാങ് ചോ വിളിച്ചോണ്ടിരിക്കുക. 5 ലക്ഷം രൂപ പണം കായ്ക്കുന്ന ഒരു മരം ഉണ്ടായിരുന്നു. അത് ഞാൻ മിനിഞ്ഞാന്ന് വെട്ടി അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ. എടാ പൊന്നുമോനെ, നീ ഈ കൂട്ടുകാരന്റെ വാക്കും കേട്ട് 2 വർഷം മുമ്പ് 2 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? അതെന്തിനാണെന്ന് പറയാമോ? അതച്ചാ, ഈ തുണിക്കച്ചവടം ചെയ്യാനായിട്ട്. അങ്ങനെ പറഞ്ഞാ പോരാ. തിരുപ്പൂരിൽ നിന്ന് തൂക്കി വിൽക്കുന്ന തുണി കുറഞ്ഞ ലാഭത്തിൽ നീ മേടിച്ച് അത് കേരളക്കരയാകെ ഒമ്നിമാനിൽ കൊണ്ട് നടന്ന് വിറ്റ് പെട്ടെന്ന് കാശുണ്ടാക്കാമെന്ന് പറഞ്ഞാണ് 2 ലക്ഷം രൂപ അന്ന് നീ എന്നോട് വിളിച്ചത്, അങ്ങനെയല്ലേ? ആ തുണിയൊക്കെ കഴിഞ്ഞ 2 കൊല്ലമായി നിങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ ആ 2 ലക്ഷം രൂപ ഇണ്ട. ആ 2 ലക്ഷം അല്ലേ പോയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കൃത്യം 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പുതിയ പദ്ധതിയുമായി നിന്റെ കൂട്ടുകാരനും നീയും വന്നത്, ശരിയല്ലേ? അന്നത്തെ എമൗണ്ട് വല്ല ഓർമ്മയുണ്ടോ ആവും? 3 ലക്ഷം. കോഴി ഫാം തുടങ്ങി പെട്ടെന്ന് കാശുണ്ടാക്കാൻ കൂട്ടുകാരന്റെ ഉപദേശം കേട്ട് എന്റെ പൊന്നോ മേടിച്ചത് 3 ലക്ഷം. അൽഫാം, ചിക്കൻ 65, ചിക്കൻ പൊട്ടിത്തെറിച്ച്, ചിക്കൻ പറപ്പിച്ച്, ഓടിച്ചിട്ട് പിടിച്ചു എന്ന് വേണ്ട, ഇതെല്ലാം കൂടെ എന്റെ പൊന്നുമോനും കൂട്ടുകാരനും കൂടെ തിന്നങ്ങ് കൊഴുത്തു. ഈ കൊഴുത്തിരിക്കുന്ന നിന്നെയൊക്കെ വെച്ച് പന്നിഫാം വല്ലതും നടത്തി ആ കാശ് തിരിച്ചു പിടിക്കാനാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അങ്ങനെ ആ 3 ലക്ഷവും ഗോവിന്ദ. 3-ഉം 2-ഉം 5 പോയിട്ടുള്ളൂ എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് കൃത്യം 3 മാസം കഴിഞ്ഞപ്പോ അത് എത്ര ലക്ഷത്തിന്റെ ആയിരുന്നു? അത് 3 ലക്ഷത്തിന്റെ മൊബൈൽ ഫോൺ. ഇവന് S24 അൾട്രയും എനിക്ക് iPhone 14 Pro Max. അതെന്തിനായിരുന്നു? അത് ഇവൻ പറഞ്ഞ് റീലിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാശുണ്ടാക്കാം, അതാകുമ്പം കോഴി ഫാമിനേക്കാളും ഒക്കെ നല്ലതാണല്ലോ. എന്നിട്ട് കണ്ട ഹിന്ദിക്കാരുടെ റീലെല്ലാം കോപ്പി അടിച്ച് നാട്ടുകാരുടെ തള്ളക്ക് വിളി പെട്ടത് മിച്ചം. കണ്ട മാർവാടി പെണ്ണുങ്ങൾ നാട്ടിൽ വന്ന് റീലും ചെയ്ത് കാശുമുണ്ടാക്കി പോയി. എന്റെ പൊന്നുമോനും കൂട്ടുകാരനുമോ റീല് പിടുത്തം നിർത്തി മൊബൈലിൽ റമ്മി കളിയായി. അങ്ങനെ കളിച്ച് മൊബൈൽ വരെ റമ്മിക്കാർ കൊണ്ടുപോയി. എന്റെ നഷ്ടം 3 ലക്ഷം. അതാച്ചാ, ഈ റീലെടുക്കാൻ നോർത്ത് ഇന്ത്യക്കാർക്ക് കേരളത്തിൽ മാർക്കറ്റുള്ളൂ. അപ്പോഴും പറഞ്ഞ് റമ്മി കളിച്ചാൽ പെട്ടെന്ന് കാശുണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഈ കഴുത മാത്രമല്ലേ കളിക്കാൻ അറിയാവുന്നു, റമ്മി അറിയില്ലല്ലോ. എന്തായാലും 3-ഉം 3-ഉം 6-ഉം 2-ഉം 8 പോയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും ഓൺലൈൻ മാർക്കറ്റിംഗ് ബിസിനസ്. അതാവുമ്പം കൈകൊള്ളില്ല, വേറൊരുത്തന്റെ സാധനം വേറൊരുത്തന് കൊടുക്കും, നിങ്ങൾ അതിന്റെ ഇടനിലക്കാരൻ. അതിനൊന്ന് എത്ര രൂപയുടെ ലാപ്ടോപ്പ് വേണമെന്നാ പറഞ്ഞു? 2 ലക്ഷത്തിന്റെ 2 എണ്ണം, അതും ആപ്പിൾ മാർക്ക്. അതാവുമ്പോ ഫുൾ പ്രൊട്ടക്ഷൻ ആണെന്നല്ലേ പറഞ്ഞു? അല്ലടാ. എന്നിട്ടിപ്പോ ആ ലാപ്ടോപ്പിൽ 2 എണ്ണവും കൂടി ഇരുന്ന് സിനിമ കാണുന്നു, ഗെയിം കളിക്കുന്നു. പിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യേ, അങ്ങനെയൊന്നുമില്ല. 8-ഉം 4-ഉം 12 പോയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കപ്പെടാം. വരുന്ന അടുത്ത മാസം ഡൽഹിയിൽ പോയി കുറഞ്ഞ വിലയ്ക്ക് വണ്ടി എടുത്ത് നാട്ടിൽ കൊണ്ട് വിൽക്കാം. അതിനെത്ര രൂപ മേടിച്ചേ?
എന്നിട്ട് 5 ലക്ഷത്തിന്റെ ഫോർച്യൂണർ എന്ത് ചെയ്യും? അത് ഇവനൊരു റീല് കണ്ടിട്ട് പറഞ്ഞു ഡൽഹിയിൽ ഭയങ്കര വിലക്കുറവാ വണ്ടിക്കുന്നു. ഞങ്ങളെടുത്ത വണ്ടി വെള്ളം കയറിയ വണ്ടിയായിരുന്നു. അതിന് ബുക്കും പേപ്പറും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വന്ന വഴിക്ക് ഹിന്ദിക്കാരെ വണ്ടി പിടിച്ചു പറിച്ചോണ്ട് പോയി. അങ്ങനെ 12 5 17 ലക്ഷം രൂപ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോർച്യൂണർ ഉണ്ടല്ല. ഇനി അടുത്തത് കളിപ്പാട്ടം ബിസിനസ് അല്ലേ? എടാ സത്യത്തിൽ നിന്റെയൊക്കെ കളിപ്പാട്ടം ഞാനെടാ. ഇനി ഞാൻ അതിന് അച്ഛന് വീലില്ലല്ലോ, കീ കൊടുക്കാനും പറ്റില്ല, ബാറ്ററി ഇടാനും പറ്റില്ല. ഇടാ എനിക്കിനി 1.5 വർഷം കൂടി പെൻഷൻ ആവാനും അതുവരെയുള്ള നിന്റെയൊക്കെ ചെലവ് എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ എടുത്ത് തന്നോളാം. എനിക്കതാ ലാഭം. പെൻഷൻ ആകുമ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടും. അത് ഞാൻ FD ആക്കി അതിന്റെ ഇൻട്രസ്റ്റ് ഞാൻ മാസം തോറും നിനക്ക് തരാം. എന്റെ പൊന്നുമോൻ ഇനി ഒരു ബിസിനസ് ചെയ്യരുത്. ഇട മോനെ, അധ്വാനിക്കാതെ കാശുണ്ടാക്കാൻ പറ്റത്തില്ല. ഇനി പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള മാർഗങ്ങളും അത്ര നല്ലതുമല്ല. പിന്നെ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അറിയാം. അതുകൊണ്ട് നീയും നിന്റെ കൂട്ടുകാരനും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ അങ്ങ് ചെയ്താൽ മതി. വേണം, നമുക്ക് ആ ലാപ്ടോപ്പിൽ സിനിമ കാണാം. സിനിമ ഉണ്ടാ, നമുക്ക് ഗെയിം കളിക്കാം. എടാ പുതിയ ഗെയിം വന്നത് റിവ്യൂ ഞാൻ കണ്ട്. ഭയങ്കര review ആ. നല്ല ഓൺലൈൻ പരിപാടി. ഒന്ന് ആലോചിച്ചാലോ. ഒരു പൂ തരാമോ, കായ് തരാമോ? അല്ലേ